ഇന്ന് 13-ാം തീയതി 11-നും 11:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ നീ മറ്റൊരു ജീവിതത്തിലേക്ക്, ഞാൻ മറ്റൊരു ലോകത്തേക്കും. കുന്തമാവ ഈ ഷൂസ് ഒന്ന് ഇട്ടേരോ പ്ലീസ്. നിന്റെ ഡാഡിയോട് പറ. ഡാഡി മമ്മിയുടെ ബ്ലൗസ് തയ്ച്ചു കൊടുക്ക. അയ്യേ, കോന്തൻ ഡാഡി അല്ലേ? ഡാഡിക്ക് ബിപിയാ. എന്താ ബിപി എന്നറിയോ? ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യയെ പേടി. കോന്തള്ളി മുത്തച്ഛന്റെ വീട്ടിലെ കല്യാണത്തിന് കുന്തമാവ് വരുന്നില്ലേ? ഇല്ല. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മോളുടെ ഡാഡിക്കും മമ്മിക്കും ഒക്കെ ചിരിക്കാൻ ഒരു തമാശ ഒരുക്കണ്ടേ? എന്ത് തമാശ? അത് തിരിച്ചു വരുമ്പോ കാണാം. ഒരുക്കങ്ങൾ കാണുമ്പോ കല്യാണ പെണ്ണ് ഇവിടെയാണോ എന്നൊരു സംശയം. 11-നും 11:30-ക്കും മധ്യയാണ് മുഹൂർത്തം. ഇപ്പൊ തന്നെ മണി 10 നോക്കൂ. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി. അങ്ങനെയല്ല, കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകൂ, ഇന്ന് കാക്കച്ചി കൊത്തി പോകും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയട്ടെ. എന്തായാലും മോനെ, കഴുതയുടെ കല്യാണത്തിന് 2 കൊരങ്ങന്മാർ കച്ചേരി നടത്താൻ പോകുന്ന പോലെയുണ്ട്. ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട്? കച്ചേരിക്ക് സമയമായി, കല്യാണത്തിന് സമയമായി. കൊരങ്ങ അല്ല, എന്നാണ് അവൻ വിളിച്ചത്. നമുക്ക് കാണാം. ഊണിനൊന്നും നിക്കില്ല. താലികെട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാനിങ്ങി പോരും. ഇവിടെ വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ മോനെ? സമയായി, അമ്മ റെഡിയായില്ലേ? വാ പോകാം. ഇതാ വരുന്നു. പരട്ടെ മോനെ, നടക്ക്. ഒന്നുകൂടി വരുന്നുണ്ടോ? ആഹ്ലാദത്തോടെ പോയി ആശംസിച്ചു വരൂ. കല്യാണ അടിയന്തരം കഴിഞ്ഞു വരുമ്പോ ചാവടിയന്തരത്തിനുള്ള ഒരുക്കം ഞാൻ അവിടെ റെഡിയാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഒരപേക്ഷയുള്ളൂ. മരണാനന്തരം എന്റെ ശരീരാവയവങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യണം. കണ്ണുകൾ എന്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അവൾക്ക് നൽകണം. ഹൃദയം നിഷ്ഠൂരം ഞങ്ങളെ വേർപ്പെടുത്തിയ ഹൃദയമില്ലാത്ത അവളുടെ അച്ഛൻ കോന്തുണ്ടുന്നാർക്ക് തന്നെ സമർപ്പിക്കണം. കിഡ്നി വിറ്റ് വല്ലതും കിട്ടുമെങ്കിൽ നീ എടുത്തോളൂ. അവശേഷിക്കുന്ന മജ്ജയും മാംസവും തെരുവ് വെട്ടികൾക്കോ ചെന്നായ്ക്കൾക്കോ കൊടുക്കരുത്. എന്റെ അളിയന്മാർക്ക് വേണം. അവർ സുഭിക്ഷം തിന്നോട്ടെ എന്ന് ഹൃദയപൂർവ്വം പരേതൻ. സാധനം വെച്ച ഒച്ചത്ത് കാണൂല. നാശങ്ങളൊന്നും തീയും പൊട്ടിയിട്ടില്ല. നിർത്തോ, ഇവിടെ ആരുമില്ല. അവന്റെ അമ്മയുടെ ഒരു അമ്മ ചാവാൻ നിർത്ത. അവന്റെ അമ്മയുടെ ഒരു ഉല്ലിഞ്ഞ് പാവം പിച്ചക്കാരനാണ്. എന്തെങ്കിലും ഓ സാർ എന്തെങ്കിലും പിച്ച തരണേ. ഇവിടെ ഇപ്പൊ ആരുമില്ല. ഉണ്ടായിരുന്ന പിച്ചക്കാരൊക്കെ ഒരു തെണ്ടിയുടെ കല്യാണത്തിന് ഭിക്ഷ ഉണ്ണാൻ പോയിരിക്കുക. സാറ് കുളിക്കായിരുന്നോ? ഇതെന്താ മണ്ണെണ്ണയില്? അതെ, ഇവിടെ എല്ലാവരും മണ്ണെണ്ണയിലാണ് കുളിക്കാറ്. കേട്ടിട്ടില്ലേ എണ്ണക്കിണറിന്റെ നാട്ടിലെ പൗരന്മാരെ പറ്റി? പേർഷ്യൻ സിറ്റിസൺസ്. തീപ്പെട്ടി ഉണ്ടായില്ലേ? ഇല്ല. ഒരു തീപ്പെട്ടി കോല് പോലും സ്വന്തമായി കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത താനൊക്കെ പിച്ചക്കാരനാടോ പരത്തിണ്ടിയുടെ മോനെ പട്ടി. പേർഷ്യൻ സാർ, അവസാനത്തെ ഭിക്ഷയാണ്, അത് അറിഞ്ഞു കൊടുക്കണം. സാർ ഈ പാവത്തിന് എന്തെങ്കിലും തരണേ സാർ. ആവശ്യമില്ലാണ്ട് കിടന്ന് അലറി സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത്. തിണ്ടിൽ കൊണ്ടുവരും ഒരു അന്തസ്. സാർക്ക് അത് ഫീൽ ചെയ്തോ? സോറി സാർ. അമ്മേ, ഇതാ വച്ചോളൂ. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യ. പോയി നല്ലൊരു തെണ്ടിയായി ജീവിക്കൂ. 2, 3, 4, 5.
ആകാശത്തിൽ നിന്നല്ല, കണ്ടോ? പാതാളത്തിൽ നിന്നാണോ? ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. ഈ പ്ലേറ്റിലിരിക്കുന്ന ആപ്പിളും ഗ്ലാസ്സിലിരിക്കുന്ന പശുവും പാലും അല്ല, പരിശുദ്ധമായ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. ഞങ്ങൾ ഈ റെയിൽവേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് ഈസ് ദ ഓപ്പൺ നൈറ്റ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുക, ഒന്നും ഒളിച്ചു വെക്കരുത്, ആത്മാർത്ഥമായിട്ട് പറയും. പെൺകുട്ടികളാവുമ്പോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചില ലവ് ഓഫറൊക്കെ ഉണ്ടാവും. നത്തിങ്. പറയൂ, കുഞ്ഞനന്ദനെ നീ സ്നേഹിച്ചിരുന്നോ? പറയാൻ പേടിക്കണ്ട, ഞാനൊരു സങ്കുചിതനല്ല, വളരെ ഓപ്പൺ ഹാർട്ടാ, വിശാല ഹൃദയനാണ്. പറ, സ്നേഹിച്ചിരുന്നോ? അപ്പൊ ഞാൻ കേട്ടതില്ല സത്യമായിരുന്നല്ലേ? കൃത്യമായി പറഞ്ഞാൽ 18 ഊമക്കത്തുകളാണ് എനിക്ക് കിട്ടിയത്, നിറയെ നിന്റെ പ്രേമകഥകൾ. ആ കഥകളെല്ലാം സത്യമായിരുന്നല്ലേ? പറ, നിനക്ക് വേണ്ടിയായിരുന്നു അവൻ വിഷം കഴിച്ചത്? അറിയില്ല. നിനക്ക് വേണ്ടിയായിരുന്നു അവൻ കിളച്ചിച്ചാടിയത്? അയാൾ എന്നെ സ്നേഹിച്ചിരുന്നു, സത്യമാണ്. പക്ഷെ ഈ താലി കഴുത്തിൽ വീണതോടെ എല്ലാം ഞാൻ മറന്നു. വേണ്ട വേണ്ട, നിന്റെ കള്ള കരച്ചിൽ എനിക്ക് കണ്ട. എന്നെ ഒരുപാട് മണ്ടനാക്കരുത്. നീ നിന്റെ അച്ഛൻ ചേട്ടനെ ബാക്കി ഞാൻ വന്നിട്ട്. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? അയ്യോ, ബഹളമൊന്നുമല്ല. ഞാൻ ഈ ശാന്തിക്ക് കുറച്ച് കോമഡി കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലേടി, ഫസ്റ്റ് നൈറ്റ് അല്ലേ, കുറച്ചേരം ചിരിച്ചോണ്ടിരിക്കാന്ന് കരുതി. എങ്കിലാ കഥ കെട്ടി എനിക്കൊന്നും ഇരിക്കണല്ലോ. അല്ല, അമ്മാവന് നാളെ ചിരിച്ചാ പോരെ? പോരാ, എനിക്ക് ഇപ്പൊ തന്നെ ഇരിക്കണം. ഓ, താൻ എന്റെ ഒന്ന് ചിരിപ്പിച്ചേ. ഏ? പല്ലില്ലാത്തോണ്ട് ഈ മോളെ കാട്ടി ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടാ. ഓരോ നേരെ. ഓസിസ്റ്റാരെല്ലാം ഞാൻ കേട്ടു. തനിക്ക് എന്താ അറിയേണ്ടത്? ആ കിണറ്റിൽ ചാടിയ ചെറുക്കനും എന്റെ മോളും തമ്മിലുള്ള ബന്ധമാണോ? നീ വിചാരിക്കും പോലുള്ള ബന്ധമൊന്നുമില്ല. പക്വതക്കുറവുണ്ട് പിള്ളേർക്ക് തോന്നിയ ഒരു തമാശ. 3ാമത് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോളെനിക്ക് വാക്ക് തന്നതാ, അച്ഛൻ പറയുന്നത് അനുസരിച്ചോളാന്ന്. മക്കളായാലും മരുമക്കളായാലും എന്നെ അനുസരിച്ചുള്ള ശീലമേ ഈ തറവാട്ട് വേണ്ടു. ഏമത്വം കൊണ്ടല്ല ഞാൻ എന്റെ മോളെ എന്നെ കൊണ്ട് കെട്ടിച്ചത്. ക്ഷയം പിടിച്ച് മരിക്കാൻ നേരത്ത് നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു, അത്രമാത്രം. ഇനി അവളുടെ മുമ്പിൽ ഒരുമാതിരി പോലീസ് കളിച്ചാലുണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് വെച്ച് മുതൂത്തൊന്നും തന്നാലുണ്ടല്ലോ നീ പൊളയും. തേരണ്ടിമാരോട് ചന്തി കിട്ടിയ പെടാ, ഓർമ്മയുണ്ടോ? എന്തിനാണോ വാങ്ങെടുത്ത്? പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ. അമ്മാവ, ഒരു മിനിറ്റ്. അമ്മാവൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം അമ്മാവ് ഓർക്കണം, ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ അനന്തരവൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്നു മുതൽ ഞാൻ അമ്മാവന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ആപ്പിളും പഴമൊക്കെ ഇല്ലേടാ മുറിയില്? ആപ്പിളുണ്ട്, പഴങ്ങളൊന്നുമില്ല. എങ്കിൽ ഉള്ളതെടുത്ത് കഴിച്ച് ആ പാലും കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. പോ. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്.